ഇന്ത്യയുടെ എല്ലാ മിസൈലുകളും ചാന്ദിപ്പൂരിൽ നിന്ന് പരീക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ നിന്ന് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനുള്ള പ്രക്രിയ എന്താണ്? കടലിന് മുകളിലൂടെയുള്ള പരീക്ഷണം മിസൈലിൻ്റെ പറക്കൽ പാത ട്രാക്ക് ചെയ്യുന്നതിനും അതിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റ ശേഖരിക്കുന്നതിനും എളുപ്പമാകുന്നു. ഓഗസ്റ്റ് 20 ബുധനാഴ്ച ഇന്ത്യ ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് തങ്ങളുടെ ഏറ്റവും ശക്തമായ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 വിജയകരമായി പരീക്ഷിച്ചു. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇതിന് ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ പോലും എത്താൻ കഴിയും. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം MIRV ഉപയോഗിച്ചുള്ള അഗ്നി 5 പ്രവർത്തനക്ഷമമാകാൻ കുറച്ച് വർഷങ്ങളെടുക്കും. MIRV പെലോഡ് അടിസ്ഥാനപരമായി 3-4 ആണവായുധങ്ങൾ വഹിക്കുന്ന ഒരു മിസൈലിനെയാണ് അർത്ഥമാക്കുന്നത്. അവയിൽ ഓരോന്നും വ്യത്യസ്ത വേഗതയിൽ വ്യത്യസ്ത പാതകളോടെ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വ്യത്യസ്ത ലക്ഷ്യങ്ങളിലെത്താൻ വിക്ഷേപിക്കപ്പെടുന്നു. ഇന്ത്യയുടെ എല്ലാ മിസൈലുകളും ചാന്ദിപ്പൂരിൽ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ട്? തന്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായതിനാലാണ് ഇന്ത്യയുടെ എല്ലാ മിസൈലുകളും ചാന്ദിപ്പൂരിൽ പരീക്ഷിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിനടുത്താണ് ചാന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കടലിന് മുകളിലൂടെ നേരിട്ട് മിസൈലുകൾ പരീക്ഷിക്കുന്നു. ഇത് ജനവാസ മേഖലകൾക്ക് ഒരു ഭീഷണിയുമല്ല. കൂടാതെ മിസൈലിൻ്റെ പാത ട്രാക്ക് ചെയ്യുന്നതിന് വിശാലവും ശൂന്യവുമായ ഒരു പ്രദേശം ആവശ്യമാണ്. ചാന്ദിപ്പൂരിലെ ടെസ്റ്റ് റേഞ്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. റഡാർ, ടെലിമെട്രി, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങി മിസൈലുകൾ പരീക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും ഇവിടെയുണ്ട്. കടലിന് മുകളിലൂടെയുള്ള പരീക്ഷണം മിസൈലിൻ്റെ പറക്കൽ പാത ട്രാക്ക് ചെയ്യുന്നതിനും അതിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റ ശേഖരിക്കുന്നതും എളുപ്പമാക്കുന്നു. ഇത് മിസൈലിൻ്റെ ഓരോ ഘട്ടത്തിൻ്റെയും ആഴത്തിലുള്ള വിശകലനം സാധ്യമാക്കുന്നു. മിസൈൽ പരീക്ഷണത്തിൻ്റെ സുരക്ഷയും രഹസ്യവും നിലനിർത്തുന്നതിന് ഈ സ്ഥലം അനുയോജ്യമാണ്. ഇവിടെ ചുറ്റും ജനസാന്ദ്രത ഇല്ലാത്തതിനാലും നിയന്ത്രിത പ്രവേശനം സാധ്യമായതിനാലും ദീർഘദൂര മിസൈലുകൾ പരീക്ഷിക്കുന്നതിന് ഈ സ്ഥലം പ്രത്യേകിച്ചും പ്രധാനമാണ്. കാരണം ഈ മിസൈലുകൾ വലിയ ദൂരം ഉൾക്കൊള്ളുന്നു. അവയുടെ പറക്കൽ പാതയ്ക്ക് വിശാലമായ തടസ്സമില്ലാത്ത പ്രദേശം ആവശ്യമാണ്. ചാന്ദിപ്പൂരിലെ ലോഞ്ച് കോംപ്ലക്സ് 3 എന്താണ്? ചാന്ദിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വെറും ഒരു സ്ഥലമല്ല, മറിച്ച് മിസൈലുകൾ വിക്ഷേപിക്കുന്ന 2 പ്രധാന സമുച്ചയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാന്ദിപ്പൂരിലെ ലോഞ്ച് കോംപ്ലക്സ് 3 ചാന്ദിപ്പൂരിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന വിക്ഷേപണ പാഡാണ്. പൃഥ്വി, ആകാശ്, തൃശൂൽ തുടങ്ങിയ ഹ്രസ്വദൂര മിസൈലുകൾ പരീക്ഷിക്കുന്നതിനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പറക്കുന്നു. ജനവാസ മേഖലകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെ അവയുടെ സുരക്ഷിത പരീക്ഷണം ഉറപ്പാക്കുന്നു. കലാം ദ്വീപിലെ ലോഞ്ച് കോംപ്ലക്സ് 4 എന്താണ്? ചാന്ദിപ്പൂരിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിലെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടതും തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമായ ഒരു വിക്ഷേപണ സമുച്ചയമാണിത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. അഗ്നി 5, അഗ്നി പ്രൈം തുടങ്ങിയ ദീർഘദൂര മിസൈലുകൾ പരീക്ഷിക്കുന്നതിനായി മാത്രമാണ് ഈ സമുച്ചയം ഉപയോഗിക്കുന്നത്. ദ്വീപിലായതിനാൽ മിസൈലുകൾ ഇവിടെ നിന്ന് തുറന്ന കടലിന് മുകളിലൂടെ വിക്ഷേപിക്കുന്നു. ഇത് മിസൈലിൻ്റെ പാത ട്രാക്ക് ചെയ്യുന്നതിന് വിശാലവും ശൂന്യവുമായ ഒരു പ്രദേശം നൽകുന്നു. മിസൈൽ വിക്ഷേപണത്തിന് ആവശ്യമായ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും അബ്ദുൽ കലാം ദ്വീപിലുണ്ട്. അസംബ്ലിയിൽ നിന്ന് ലോഞ്ച് പാഡിലേക്ക് മിസൈലിൻ്റെ ഘടകങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ ലൈനും ഇവിടെയുണ്ട്. ഇനി ചില പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി 5 ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ പോലും എത്താൻ കഴിയും. തന്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായതിനാൽ ഇന്ത്യയുടെ എല്ലാ മിസൈലുകളും ചാന്ദിപ്പൂരിൽ നിന്ന് പരീക്ഷിക്കുന്നു. മിസൈലുകൾ നേരിട്ട് കടലിന് മുകളിലൂടെയാണ് പരീക്ഷിക്കുന്നത്. ഇത് ജനവാസ മേഖലകൾക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല.
റഡാർ, ടെലിമെട്രി, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ പോലുള്ള മിസൈലുകൾ പരീക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ചാന്ദിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വെറുമൊരു സ്ഥലമല്ല, മറിച്ച് മിസൈലുകൾ വിക്ഷേപിക്കുന്ന 2 പ്രധാന സമുച്ചയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാന്ദിപ്പൂരിലെ ലോഞ്ച് കോംപ്ലക്സ് 3 ചാന്ദിപ്പൂരിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന വിക്ഷേപണ കേന്ദ്രമാണ്.